Hi students, welcome to Rnkegraphics. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഡൈമെൻഷനിങ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡൈമെൻഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എലമെന്റ്സ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ഡൈമെൻഷനിങ്, മെത്തേഡ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഡൈമെൻഷൻ വാല്യൂസ് ആൻഡ് ഷേപ്പ് ഇൻഡിക്കേഷൻസ് എന്നിവയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഡൈമെൻഷനിങ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ പെൻസിലിന്റെ ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാത്രമല്ല ഉള്ളത്, മെക്കാനിക്കൽ പെൻസിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ ആവശ്യമായ എല്ലാ ഇൻഫോർമേഷൻസ് ലൈക്ക് സൈസ് ഓഫ് ഒബ്ജക്റ്റ്, ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ, സർഫസ് ഫിനിഷ് റിക്വയർമെന്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്യാവശ്യമായ ന്യൂമറിക്കൽ വാല്യൂസ്, പിന്നെ സിമ്പിൾസ്, നോട്ട്സ് എന്നിവയൊക്കെ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ഡൈമെൻഷനിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻകോപ്പറേറ്റിംഗ് ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് അതർ ഡീറ്റെയിൽഡ് റിക്വയർഡ് ബൈ യൂസിംഗ് ലൈൻസ്, സിമ്പിൾസ് ആൻഡ് നോട്ട്സ് ഓൺ എ ഡ്രോയിങ് ഈസ് കോൾഡ് ഡൈമെൻഷനിങ്. അപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഡൈമെൻഷനിങ് കറക്റ്റായി ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഡൈമെൻഷനിങ് ചെയ്യേണ്ടത് മൊത്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് ഡൈമെൻഷനിങ് ആണ്. എലമെന്റ്സ് ഓഫ് ഡൈമെൻഷനിങ് 6 എലമെന്റ്സ് ആണ് ഡൈമെൻഷനിങ്ങിൽ ഉള്ളത്. പ്രൊജക്ഷൻ ലൈന്, ഡൈമെൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ഡൈമെൻഷൻ ലൈൻ ടെർമിനേഷൻ, ഒറിജിൻ ഇൻഡിക്കേഷൻ ആൻഡ് ഡൈമെൻഷൻ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ഓരോ എലമെന്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രൊജക്ഷൻ ലൈന്. തിൻ കണ്ടിന്യൂസ് ലൈൻസ് ആണ് നമ്മൾ ഡൈമെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. പ്രൊജക്ഷൻ ലൈനിനെ എക്സ്റ്റൻഷൻ ലൈൻ എന്നും പറയാറുണ്ട്. പ്രൊജക്ഷൻ ലൈൻ ഷുഡ് ബി ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ഫീച്ചർ, ഒബ്ജക്റ്റ് ഓർ ഔട്ട്ലൈൻ ഓർ ഡൈമെൻഷൻ ബീങ് ഡൈമെൻഷൻഡ്. ഏത് സ്പേസ് ആണോ ഡൈമെൻഷൻ ചെയ്യേണ്ടത് അതിന്റെ ഔട്ട്ലൈൻ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനാണ് പ്രൊജക്ഷൻ ലൈന്. ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് മേ ബി ഡ്രോൺ ഒബ്ലിക്ലി ബട്ട് പാരലൽ ടു ഈച്ച് അതർ ഇൻ സ്പെഷ്യൽ കേസസ് സച്ച് ആസ് ഓൺ ടാപ്പേർഡ് ഫീച്ചർ. ടാപ്പറായ ഒബ്ജക്റ്റിന്റെ ഡൈമെൻഷനിങ് ചെയ്യാൻ ഒബ്ലിക് ഓർ ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും പ്രൊജക്ഷൻ ലൈൻസ് തമ്മിൽ പാരലൽ ആയിരിക്കണം. അടുത്തത് ഇറ്റ് ഷുഡ് നോട്ട് ക്രോസ് അതർ ലൈൻസ് ഇഫ് പോസിബിൾ. പ്രൊജക്ഷൻ ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണം. ഇന്റർസെക്റ്റിംഗ് പ്രൊജക്ഷൻ ആൻഡ് ഡൈമെൻഷൻ ലൈൻ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഡൈമെൻഷനിങ് ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ലൈനും ഡൈമെൻഷൻ ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന സന്ദർഭം പരമാവധി ഒഴിവാക്കണം. ഈവൻ ഇഫ് എ ഫീച്ചർ ഈസ് ഷോൺ ബ്രോക്കൺ, ദ ഡൈമെൻഷൻ ലൈൻ ഷുഡ് നോട്ട് ബി ബ്രോക്കൺ. ചില ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റ് ബ്രോക്കൺ ആയി കാണിച്ചാൽ പോലും ഡൈമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും ബ്രോക്കൺ ആയിട്ട് കാണിക്കരുത്. സെന്റർ ലൈൻ ആൻഡ് ഔട്ട്ലൈൻ ഓഫ് എ ഫീച്ചർ മേ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് പ്രൊജക്ഷൻ ലൈൻസ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സെന്റർ ലൈൻസും ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻസും പ്രൊജക്ഷൻ ലൈനിന്റെ പകരമായിട്ട് യൂസ് ചെയ്യാം. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ റൂൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഡൈമെൻഷനിങ് ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ലൈൻസ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അടുത്തത് ഡൈമെൻഷൻ ലൈൻ. ഡൈമെൻഷൻ ലൈൻസ് ആർ ടു ബി ഡ്രോൺ ഫ്രം വിസിബിൾ ഔട്ട്ലൈൻസ് ഓഫ് എ ഫ്യൂച്ചർ ആൻഡ് ഇഡൻ ലൈൻസ് മേ ബി അവോയ്ഡഡ് ഫോർ ഡൈമെൻഷനിങ് പർപ്പസസ്. ഒരു ഒബ്ജക്റ്റിന്റെ ഏത് ഭാഗത്താണോ ഡൈമെൻഷനിങ് ചെയ്യേണ്ടത് ആ പാർട്ടിന്റെ വിസിബിൾ ഔട്ട്ലൈൻസിന് പാരലായിട്ട് പ്രൊജക്ഷൻ ലൈനിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന തിൻ കണ്ടിന്യൂസ് ലൈനാണ് ഡൈമെൻഷൻ ലൈന്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ ലൈനിൽ എങ്ങനെയാണ് ഡൈമെൻഷൻ ലൈൻ വരയ്ക്കുന്നത് എന്ന് നോക്കാം. സെന്റർ ലൈൻസ് ഓർ ഔട്ട്ലൈൻസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഡൈമെൻഷൻ ലൈൻ. ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ ലൈനോ ഔട്ട്ലൈൻസോ ഡൈമെൻഷൻ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യരുത്. നമുക്ക് പ്രൊജക്ഷൻ ലൈൻസിൽ വേണമെങ്കിൽ സെന്റർ ലൈൻസോ ഔട്ട്ലൈൻസോ യൂസ് ചെയ്യാമായിരുന്നു. അടുത്ത എലമെന്റ് ലീഡർ ലൈൻ.
A leader line is a line referring to a feature, object, outline or dimension. ചില ഒബ്ജക്റ്റിന്റെ ഡ്രോയിങ്ങിൽ ഡയമെൻഷനിങ് ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. ആ സമയം നമ്മൾ ഒബ്ജക്റ്റിന്റെ പുറത്തേക്ക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷനിങ് എലമെന്റ് ആണ് ലീഡർ ലൈന്. ലീഡർ ലൈൻസ് ഷുഡ് ബി ഇൻക്ലൈൻഡ് ടു ദ ഹൊറിസോണ്ടൽ അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. ലീഡർ ലൈൻ ഷുഡ് ടെർമിനേറ്റ്. ലീഡർ ലൈന് 3 വ്യത്യസ്ത രീതിയിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്, എ വിത്ത് എ ഡോട്ട് ഇഫ് ദേ എൻഡ് വിത്തിൻ ദ ഔട്ട്ലൈൻ ഓഫ് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ്റെ ഉള്ളിലാണ് ലീഡർ ലൈനിന്റെ എൻഡ് എങ്കിൽ ഡോട്ട് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യും. ബി വിത്ത് എൻ ആരോ ഹെഡ് ഇഫ് ദേ എൻഡ് ഓൺ ഔട്ട്സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഔട്ട്സൈഡിലാണ് ലീഡർ ലൈനിന്റെ എൻഡ് എങ്കിൽ ആരോ ഹെഡ് യൂസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യും. സി വിത്തൗട്ട് എ ഡോട്ട് ഓർ ആരോ ഹെഡ് ഇഫ് ദേ എൻഡ് ഓൺ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന്റെ മുകളിലാണ് ലീഡർ ലൈനിന്റെ എൻഡ് എങ്കിൽ ആരോ ഹെഡും ഡോട്ടും യൂസ് ചെയ്യാതെ ലീഡർ ലൈന് ടെർമിനേറ്റ് ചെയ്യണം. അടുത്തത് ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ. ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ carries arrowheads or oblique strokes at their ends. ഡയമെൻഷൻ ലൈൻസ് ആരോ ഹെഡ്സും അല്ലെങ്കിൽ ഒബ്ലിക് സ്ട്രോക്സ് യൂസ് ചെയ്തിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്ഷൻ ലൈനിനുള്ളിൽ വരച്ചിട്ടുള്ള ഡയമെൻഷൻ ലൈൻസ് എപ്പോഴും ടെർമിനേറ്റ് ചെയ്തിരിക്കണം. അതിന് ആരോ ഹെഡ്സോ അല്ലെങ്കിൽ ഒബ്ലിക് സ്ട്രോക്സോ യൂസ് ചെയ്യാം. ദ ആരോ ഹെഡ്സ് ഷോൺ മേ ബി ഓപ്പൺ, ക്ലോസ്ഡ് ഓർ ക്ലോസ്ഡ് ഫിൽഡ് ഇൻ. ആരോ ഹെഡ്സ് 3 വിധത്തിലാണ് ഉള്ളത്: ഓപ്പൺ, ക്ലോസ്ഡ്, ക്ലോസ്ഡ് ഫിൽഡ് ഇൻ. ഇതിൽ ക്ലോസ്ഡ് ഫിൽഡ് ഇൻ ആരോ ഹെഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത്. ആരോ ഹെഡിന്റെ ലെങ്ത് ഡെപ്ത് റേഷ്യോ ഏകദേശം 3:1 ഒബ്ലിക് സ്ട്രോക്ക് ഷോൺ ഈസ് എ ഷോർട്ട് ലൈൻ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിൽ 45 ഡിഗ്രി ആയിട്ടുള്ള ഷോർട്ട് ലൈനിനെയാണ് ഒബ്ലിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഒറിജിൻ ഇൻഡിക്കേഷൻ. ഡയമെൻഷൻ ലൈനിന്റെ സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറിജിൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എ സ്മോൾ ഓപ്പൺ സർക്കിൾ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 mm ഇൻ ഡയമീറ്റർ. 3 mm ഡയമീറ്റർ ഉള്ള ഒരു ചെറിയ ഓപ്പൺ സർക്കിളാണ് ഒറിജിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈനിലും ഡയമെൻഷൻ ലൈനിലും ചെറിയൊരു സർക്കിൾ ഇതേപോലെ വരച്ചിട്ടാണ് ഒറിജിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഡ്രോയിങ്ങിൽ ഇതേപോലെ ഒറിജിൻ വരച്ചു കാണുകയാണെങ്കിൽ അവിടെ നിന്നാണ് ഡയമെൻഷനിങ് സ്റ്റാർട്ട് ആവുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അടുത്തത് ഡയമെൻഷൻ വാല്യൂ. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിക്കേറ്റഡ് ഓൺ എ ഡ്രോയിങ് ഇൻ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്. ഒരു ഒബ്ജക്റ്റിന്റെ മെഷർമെന്റ്സ് ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ 1 യൂണിറ്റ് ഓൺലി. ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഡയമെൻഷൻ വാല്യൂവിന്റെ യൂണിറ്റ് ആയി പ്രിഫർ ചെയ്യുന്നത് മില്ലിമീറ്റർ ആണ്. നിങ്ങൾ ഒരിക്കലും ഡയമെൻഷൻ വാല്യൂസിന്റെ കൂടെ യൂണിറ്റിന്റെ സിമ്പിൾ കൂടെ എഴുതരുത്. യൂണിറ്റ് സിമ്പിൾ ഇല്ലാതെ ഇതേപോലെ വേണം ഡയമെൻഷൻ വാല്യൂസ് ഡ്രോയിങ്ങിൽ എഴുതേണ്ടത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയമെൻഷനിങ്. 1. All dimensional information necessary to describe a component clearly and completely shall be written directly on a drawing. ഒരു കമ്പോണന്റിന്റെ ഡയമെൻഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ക്ലിയർ ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ആ ഡ്രോയിങ്ങിൽ തന്നെ എഴുതിയിരിക്കണം. സെക്കൻഡ്, ഈച്ച് ഫീച്ചർ ഷാൾ ബി ഡൈമെൻഷൻഡ് വൺസ് ഓൺലി ഓൺ എ ഡ്രോയിങ്. That is, dimension marked in one view need not be repeated in another view. ഡ്രോയിങ്ങിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ ഒരു ഡയമെൻഷൻ ഒരിക്കൽ മാത്രം ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക. കൂടാതെ ഒരു വ്യൂവിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് മറ്റൊരു വ്യൂവിൽ റിപ്പീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യരുത്. തേർഡ്, ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദ വ്യൂ വേർ ദ ഷേപ്പ് ഈസ് ബെസ്റ്റ് സീൻ. ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂവിൽ വേണം ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യേണ്ടത്.
അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് അതിന്റെ ഷേപ്പ് വ്യക്തമായിട്ട് കാണുന്നത്. ടോപ്പ് വ്യൂവിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് കാണുന്ന വ്യൂവിൽ വേണം നിങ്ങൾ ഡയമെൻഷൻസ് കൂടുതലായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. 4. As far as possible, dimension should be placed outside the view. ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻസിന് പുറത്തായിട്ട് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ അതിനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് മെത്തേഡിലും ഒരു ഇൻകറക്റ്റ് ആയിട്ടും ഡയമെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 5th, dimension should be taken from visible outlines rather than from hidden lines. ഒബ്ജക്റ്റിന്റെ വിസിബിൾ ഔട്ട്ലൈൻസിൽ നിന്ന് വേണം എപ്പോഴും ഡയമെൻഷൻ ചെയ്യേണ്ടത്. ഹിഡൻ ലൈൻസിൽ നിന്നിട്ട് ഡയമെൻഷൻ ചെയ്യുന്നത് ഒരു ഇൻകറക്റ്റ് മെത്തേഡാണ്. 6th, as far as possible, dimension should be expressed in one unit only. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയമെൻഷൻ വാല്യൂസ് എഴുതുമ്പോൾ നിങ്ങൾ ഒരു യൂണിറ്റ് മാത്രം പ്രിഫർ ചെയ്ത് അടയാളപ്പെടുത്തുക. ഡയമെൻഷൻ വാല്യൂസിന്റെ യൂണിറ്റ് മില്ലിമീറ്റർ ആയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. 7. No gap should be left between the feature and the start of the extension line. ഒബ്ജക്റ്റും എക്സ്റ്റൻഷൻ ലൈനിന്റെ സ്റ്റാർട്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവരുത്. ഇവിടെ ഒരു കറക്റ്റ് മെത്തേഡും ഉണ്ട്, ഒരു ഇൻകറക്റ്റ് മെത്തേഡും കാണിച്ചിട്ടുണ്ട്. 8. Crossing of center line should be done by a long dash and not a short dash. സെന്റർ ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ലോങ് ഡാഷിലായിരിക്കണം ഇന്റർസെക്ട് വരേണ്ടത്, ഷോർട്ട് ഡാഷിലാവരുത്. ഷോർട്ട് ഡാഷിൽ വരികയാണെങ്കിൽ അത് ഇൻകറക്റ്റ് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ ഈ 8 പ്രിൻസിപ്പിൾസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഡയമെൻഷനിങ് ചെയ്യുക. എന്നാൽ മാത്രമേ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമായിട്ട് ഇത് കണക്കാക്കുകയുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷനിങ്. ഡയമെൻഷനിങ്ങിനെ എങ്ങനെയൊക്കെയെല്ലാം അറേഞ്ച്മെന്റ് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്, ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ ഡയമെൻഷനിങ് നോക്കാം. ചെയിൻ ഡയമെൻഷനിങ്. Chain of single dimensioning should be used only where the possible accumulation of tolerance does not endanger the fundamental requirement of the component. ഈ ഡയമെൻഷനിങ് അറേഞ്ച്മെന്റിൽ ഡയമെൻഷൻ ലൈനിന്റെ എൻഡുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് സിംഗിൾ ലൈൻസ് ആയിട്ട് ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഡയമെൻഷനിങ് ആണ് ചെയിൻ ഡയമെൻഷനിങ്. ടോളറൻസ് ഒരുപാട് പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ചെയിൻ ഡയമെൻഷനിങ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പാരലൽ ഡയമെൻഷനിങ്. ഇൻ പാരലൽ ഡയമെൻഷനിങ് എ നമ്പർ ഓഫ് ഡയമെൻഷൻ ലൈൻസ് പാരലൽ ടു വൺ അനദർ ആൻഡ് സ്പേസസ് ഔട്ട് ആർ യൂസ്ഡ്. പാരലൽ ഡയമെൻഷനിങ് അറേഞ്ച്മെന്റിൽ ഡയമെൻഷൻ ലൈൻസ് തമ്മിൽ പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഒരു കോമൺ ഡാറ്റം ലൈൻ പ്രിഫർ ചെയ്തിട്ടാണ് ഡയമെൻഷൻ ലൈൻസ് പാരലായിട്ട് വരയ്ക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വേർ എ നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഹാവ് എ കോമൺ ഡാറ്റം ഫീച്ചർ. തേർഡ് അറേഞ്ച്മെന്റ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് ഇസ് എ സിംപ്ലിഫൈഡ് പാരലൽ ഡയമെൻഷനിങ്. പാരലൽ ഡയമെൻഷനിങ്ങിന്റെ സിംപ്ലിഫൈഡ് ഡയമെൻഷനിങ് അറേഞ്ച്മെന്റ് ആണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്. ഇറ്റ് മേ ബി യൂസ്ഡ് വേർ ദർ ആർ സ്പേസ് ലിമിറ്റേഷൻസ്. സ്പേസ് ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. വൺ എൻഡ് ഓഫ് ദ ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി ടെർമിനേറ്റഡ് അറ്റ് ദ ഒറിജിൻ വൈൽ അതർ എൻഡ് ഷുഡ് ക്യാരി ആൻ ആരോ ഹെഡ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്ങിൽ ഡയമെൻഷൻ ലൈനിന്റെ ഒരു എൻഡ് ഒറിജിനും മറ്റേ എൻഡ് ആരോ ഹെഡ് വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഡയമെൻഷൻ വാല്യൂ ഡ്രോയിങ്ങിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലും മറ്റേ അറേഞ്ച്മെന്റിൽ ഡ്രോയിങ്ങിന്റെ ബോട്ടം സൈഡിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത അറേഞ്ച്മെന്റ് ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ്. ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ് ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഓഫ് ഐഡന്റിഫൈയിങ് ദ പോയിന്റ്സ്. ഈ അറേഞ്ച്മെന്റ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അതായത് എക്സ് വൈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡയമെൻഷനിങ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിന്റെ 4 കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോയിങ്ങിന്റെ 4 കോർണറിലെ കോർഡിനേറ്റ്സ് ഈ കാണുന്ന പോലെ ടേബിളിലേക്ക് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ചില ഡ്രോയിങ്ങിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷനിങ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഡയമെൻഷനിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്ലേസിംഗ് സിംഗിൾ ഡയമെൻഷനിങ് ബൈ കമ്പൈനിങ് ചെയിൻ ഡയമെൻഷനിങ് ആൻഡ് ഡയമെൻഷനിങ് ഫ്രം എ കോമൺ ഫീച്ചർ ഓൺ ഡ്രോയിങ്. ചെയിൻ ഡയമെൻഷനിങ്ങിന്റെ കൂടെ മറ്റ് ഡയമെൻഷനിങ് അറേഞ്ച്മെന്റും കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ഡയമെൻഷനിങ് അറേഞ്ച്മെന്റ് ആണ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. ചെയിൻ ഡയമെൻഷനിങ്ങിന്റെ കൂടെ പാരൽ ഡയമെൻഷനിങ്ങും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയമെൻഷനിങ് അറേഞ്ച്മെന്റ് ആണ് ഫസ്റ്റ് ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഡ്രോയിങ്ങിൽ ചെയിൻ ഡയമെൻഷനിങ്ങിന്റെ കൂടെ സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചില ഡ്രോയിങ്ങിൽ ഇതേമാതിരി കമ്പൈൻഡ് ഡയമെൻഷനിങ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ചെയിൻ്റെ കൂടെ പാരലും അല്ലെങ്കിൽ ചെയിൻ്റെ കൂടെ സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ്ങോ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഡയമെൻഷൻ വാല്യൂസ് ഓൺ ഡ്രോയിങ്. ഡ്രോയിങ്ങിലെ ഡയമെൻഷൻ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. 2 മെത്തേഡ്സുകളാണ് ഇതിനുള്ളത്. മെത്തേഡ് 1 അലൈൻഡ് സിസ്റ്റവും മെത്തേഡ് 2 യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. അപ്പോൾ ആദ്യം നമുക്ക് മെത്തേഡ് 1 അലൈൻഡ് സിസ്റ്റം നോക്കാം. ഇതിൽ പറയുന്നത് കുറച്ച് റൂൾസുകളും ആണ്. ഈ റൂൾസ് പ്രകാരമാണ് നിങ്ങൾ ഡ്രോയിങ്ങിൽ ഡയമെൻഷൻ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അലൈൻഡ് സിസ്റ്റത്തിലെ ഫസ്റ്റ് റൂള്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് പാരലൽ ടു ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന് പാരലായിട്ട് വേണം ഡയമെൻഷൻ വാല്യൂസ് പ്ലേസ് ചെയ്യേണ്ടത്. സെക്കൻഡ്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് നിയർ ദ മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന്റെ ഏകദേശം മിഡിൽ ആയിട്ട് വേണം ഡയമെൻഷൻ വാല്യൂ എഴുതേണ്ടത്. തേർഡ്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് അബവ് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന്റെ മുകൾ ഭാഗത്തായിരിക്കണം ഡയമെൻഷൻ വാല്യൂ പ്ലേസ് ചെയ്യേണ്ടത്. ഫോർത്ത്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് നോട്ട് ടച്ച് ഡയമെൻഷൻ ലൈൻ. നിങ്ങൾ ഡയമെൻഷൻ വാല്യൂസ് എഴുതുമ്പോൾ ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ മുകൾ ഭാഗത്തായിട്ട് വേണം എഴുതേണ്ടത്. ഫിഫ്ത്ത്, ഡയമെൻഷൻ വാല്യൂ പ്ലേസ്ഡ് ഷുഡ് ബി റീഡബിൾ എയ്തർ ഫ്രം ബോട്ടം ഓർ ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്. ഡയമെൻഷൻ വാല്യൂ നിങ്ങൾ ഡ്രോയിങ്ങിന് മുകളിൽ എഴുതുമ്പോൾ ഡ്രോയിങ് ഷീറ്റിന്റെ ബോട്ടം സൈഡിൽ നിന്നോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ വായിക്കാൻ തക്ക രീതിയിൽ വേണം എഴുതേണ്ടത്. സിക്സ്ത്, ഡയമെൻഷൻ വാല്യൂ ഓൺ ഒബ്ലിക് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി ഓറിയന്റഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇൻക്ലൈൻഡ് ഓർ ഒബ്ലിക് ആയിട്ടുള്ള ഡയമെൻഷൻ ലൈനിന്റെ മുകളിൽ എങ്ങനെ ഡയമെൻഷൻ വാല്യൂസ് എഴുതണം എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 7, ആംഗുലാർ ഡയമെൻഷൻ വാല്യൂസ് മേ ബി ഓറിയന്റഡ് ആസ് ഷോൺ ഫിഗർ. മെത്തേഡ് 1 ആംഗിൾസ് ഡയമെൻഷൻ ചെയ്യേണ്ടത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് 2 യൂണി ഡയറക്ഷണൽ സിസ്റ്റം ആണ്. ഇതിലെ ഫസ്റ്റ് റൂൾ പറയുന്നത് ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് പാരലൽ ടു ദ ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈൻ. ഒരു ഡ്രോയിങ്ങിലുള്ള ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈനിൽ ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈനിന് പാരലായിട്ട് വേണം ഡയമെൻഷൻ വാല്യൂസ് എഴുതേണ്ടത്. സെക്കൻഡ്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി അബവ് ദ ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈൻ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ടച്ച് ദ ഡയമെൻഷൻ ലൈൻ. ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈനിൽ ഡയമെൻഷൻ വാല്യൂ ആ ലൈനിന്റെ മുകളിലും അതേമാതിരി ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിലുമായിരിക്കണം എഴുതേണ്ടത്. തേർഡ്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മേ ബി റീഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ്. മെത്തേഡ് 2 പറയുന്നത് ഡയമെൻഷൻ വാല്യൂസ് നമ്മൾ എഴുതുന്നത് ഡ്രോയിങ് ഷീറ്റിന്റെ ബോട്ടം സൈഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. മെത്തേഡ് 1 ബോട്ടം സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഫോർത്ത്, ഡയമെൻഷൻ വാല്യൂ ഓൺ നോൺ ഒറിസോണ്ടൽ ആൻഡ് ഒബ്ലിക് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി പ്ലേസ്ഡ് ബൈ ഇന്ററപ്റ്റിംഗ് ദ ഡയമെൻഷൻ ലൈൻസ്. ഒറിസോണ്ടൽ അല്ലാത്തതോ ഒബ്ലിക് ആയിട്ടുള്ള ഡയമെൻഷൻ ലൈനിൽ ഡയമെൻഷൻ ലൈൻസ് ഇന്ററപ്റ്റ് ചെയ്തിട്ട് ആയിരിക്കണം ഡയമെൻഷൻ വാല്യൂസ് എഴുതേണ്ടത്.
ഈ ഫിഗറിൽ കാണുന്ന അതേമാതിരി വെർട്ടിക്കൽ ലൈൻസിന്റെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് 16 എഴുതിയിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ഡയമെൻഷൻ ലൈനിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് 25 എന്ന് എഴുതിയിട്ടുണ്ട്. ഫിഫ്ത്ത്, ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് നിയർ ദ മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന്റെ മിഡിലിൽ ആയി വേണം ഡയമെൻഷൻ വാല്യൂസ് എഴുതേണ്ടത്. സിക്സ്ത്, ആംഗുലാർ ഡയമെൻഷൻ വാല്യൂ മേ ബി ഓറിയന്റഡ് ആസ് ഷോൺ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഡയമെൻഷൻ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണം ആംഗുലാർ ഡയമെൻഷൻ വാല്യൂസ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ്ങിൽ ഡയമെൻഷൻ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് 1 അല്ലെങ്കിൽ മെത്തേഡ് 2 ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഡയമെൻഷൻ വാല്യൂസ് എഴുതാൻ പാടുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഷേപ്പ് ഇൻഡിക്കേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഇൻഡിക്കേഷൻ ഓഫ് ഡയമീറ്റർ ഓൺ എ സർക്കിൾ. സർക്കിളിന്റെ ഡയമീറ്റർ എങ്ങനെ ഡ്രോയിങ്ങിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സർക്കിളിന്റെ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 5 എന്ന ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ആദ്യം 5 ലെറ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഡയമെൻഷൻ വാല്യൂസ് എഴുതേണ്ടത്. ഡയമെൻഷൻ വാല്യൂ എഴുതി കഴിഞ്ഞിട്ട് 5 എഴുതുകയാണെങ്കിൽ അത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്, ഇൻകറക്റ്റ് ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സർക്കിളിന്റെ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻഡിക്കേഷൻ ഓഫ് റേഡിയസ് ഓൺ എ ആർക്ക്. ആർക്കിന്റെ റേഡിയസ് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആർ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റേഡിയസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സർക്കിളിന്റെ ഡയമീറ്റർ എഴുതിയതുപോലെ തന്നെ റേഡിയസിൽ കറക്റ്റായിട്ട് R15, R30, R40 എന്നീ രീതിയിൽ വേണം എഴുതാൻ. ഇൻകറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 15R, 13R, 14R എന്നിവയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആർക്കിലെ റേഡിയസ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻഡിക്കേഷൻ ഓൺ സ്ക്വയർ. സ്ക്വയറിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്വയർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ 10, സ്ക്വയർ 5 എന്നിങ്ങനെ ഫിഗറിൽ സ്ക്വയറിനെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡ്രോയിങ്ങിൽ സ്ക്വയർ ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അവിടെ ആ ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ സ്ക്വയർ ആയിട്ടാണ്. അടുത്തത് ഇൻഡിക്കേഷൻ ഓഫ് സ്പെറിക്കൽ ഡയമീറ്റർ. സ്പിയറിന്റെ ഒക്കെ ഡയമീറ്റർ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സ്പിയറിന്റെ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് S5 എന്ന ലെറ്റർ ആണ്. S സ്റ്റാൻഡ്സ് ഫോർ സ്പിയർ, 5 സ്റ്റാൻഡ്സ് ഫോർ ഡയമീറ്റർ. സ്പെറിക്കൽ ഡയമീറ്റർ ഡയമെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. S520, S515, S55. അടുത്ത നമ്മൾ ഷേപ്പ് ഇൻഡിക്കേഷൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഡ്രോയിങ്ങിൽ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ വരുത്തി വെക്കുന്ന കോമൺ എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ടാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻകറക്റ്റ് മെത്തേഡും കാണിച്ചിട്ടുണ്ട്, ഒരു കറക്റ്റ് മെത്തേഡും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരാൻ കാരണം ഒന്നെന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈൻസും ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റിന്റെ ഇന്നർ സൈഡിലാണ് മാക്സിമം ഇവിടെ ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഡയമീറ്ററും റേഡിയസും ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത് റോങ് മെത്തേഡിലാണ്. അപ്പം അതിനെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷനിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ ഇൻകറക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത് കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആർക്കിന്റെ റേഡിയസും സർക്കിളിന്റെ ഡയമീറ്ററും മാർക്ക് ചെയ്തതും അതേപോലെ തന്നെ ഡയമെൻഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഇവിടെ. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് മാറ്റി വരച്ചതാണ് കറക്റ്റിൽ കാണുന്നത്. അടുത്ത എക്സാമ്പിൾ തേർഡ്. ഇവിടെയും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഇൻകറക്റ്റിലുള്ളത്. സർക്കിളർ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് റോങ് മെത്തേഡിലാണ്. അതേപോലെ തന്നെ മെത്തേഡ് 1 ഓർ മെത്തേഡ് 2 ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മെത്തേഡ് 2 ആണ് ഒറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ വാല്യൂസ് എഴുതേണ്ടത്. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക, ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് ഡയമെൻഷൻ വാല്യൂസ് എഴുതിയിരിക്കുന്നത്. ഇത് ഇൻകറക്റ്റ് ആണ്. കറക്റ്റ് മെത്തേഡിൽ ഒറിസോണ്ടൽ ഡയമെൻഷൻ ലൈനിൽ
എപ്പോഴും ഡയമെൻഷൻ വാല്യൂസ് മുകൾ ഭാഗത്ത് മിഡിലായിട്ട് ഡയമെൻഷൻ ലൈനിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം എഴുതേണ്ടത്. വെർട്ടിക്കൽ ഡയമെൻഷൻ ലൈനെയോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഡയമെൻഷൻ ലൈനെയോ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് മെത്തേഡ് 2ൽ പറയുന്ന പോലെ ഇൻക്ലൈൻഡ് ഓർ വെർട്ടിക്കൽ ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമെൻഷൻ വാല്യൂസ് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് 1 ഓർ മെത്തേഡ് 2 ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയമെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ 3 എക്സാമ്പിൾസിലുള്ള എറേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡയമെൻഷനിങ് ചെയ്യുമ്പോൾ ഈ എറേഴ്സ് ഒന്നും നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡയമെൻഷനിങ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.